ഇപ്പൊ തനിക്ക് ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ലേഡി ആണെങ്കിൽ ആണിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമല്ല ആണിനെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈസ് യു ലൈക്ക് എ ബോയ്, ആർ യു ഇൻട്രസ്റ്റഡ്? ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് asked. Yes. ഒരു 10-13 വയസ്സാകുമ്പോഴേക്കും ഒരു ആൺകുട്ടി പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നില്ലെങ്കിൽ അവനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. ആക്ച്വലി രണ്ട് വ്യക്തികൾ ിലൂടെ ഉണ്ടാവുന്നതാണല്ലോ നമ്മൾക്ക്. സ്കൂൾ തലത്തിൽ ഇതൊരു അധ്യായമാക്കേണ്ടത് സ്ത്രീയെയും പുരുഷനെയും പറ്റി പഠിക്കാനാണ്. ഇതിനെപ്പറ്റി പഠിക്കാതെ റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും പഠിച്ചിട്ട് അവന് ജീവിതത്തിൽ ഇവിടെ ഒരു കാര്യമില്ല. വിവാഹം എല്ലാവർക്കും പറ്റും, ആ ചടങ്ങല്ലല്ലോ. ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കണ പരിപാടി, ഭക്ഷണം കഴിക്കണം, എല്ലാവരും പോയി കഴിഞ്ഞാലല്ലേ വിവരം അറിയണ ഇതെന്താ പരിപാടി എന്ന്. രാത്രിയും പകലും, പിറ്റേ ദിവസം തന്നെ രാത്രിയും പകലും, പിന്നെന്താ രാത്രിയും പകലും, പിന്നെന്താ രാത്രിയും പകലും. രണ്ട് വീട്ടിൽ ജനിക്കുന്ന പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവളെ ഒരു ബന്ധമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടാകുന്നു. ഒരു ആൺകുട്ടിയാണ് ആഗ്രഹം ചോറ് കിട്ടും, അപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. വിവാഹം ഉള്ളത് കൊണ്ടാണ് ഷൈൻ എന്ന ഒരു വ്യക്തി ഷൈൻ ചാക്കോയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇല്ല, അത് സെക്സ് ചെയ്തോണ്ടോ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്കും സ്വാഗതം. താൻ ആരാ? ഞാന് നിങ്ങളുടെ ഇപ്പുറത്തിരിക്കുന്ന ആള്. ആരാണ് എനിക്കറിയില്ല, ഒട്ടും അറിയില്ല. ആരാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാര്? ഇത്ര മാത്രമേ ഉള്ളൂ? അല്ല, അപ്പുറത്തേക്കൊന്നുമില്ലേ? അപ്പുറത്തേക്ക് പിന്നെ ഒരു ബോർഡുണ്ട്, പിന്നെ വോളുണ്ട്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗം അല്ലേ? എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ടർ, നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ലൊരു സിനിമയുടെ ഭാഗം, പഴയ നല്ല ഹിറ്റ് സിനിമകൾ തന്ന രണ്ടുപേരും ഒരുമിക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. എങ്ങനെയാണ് ഷൈൻ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ? നമ്മുടെ ഒത്തിരി സിനിമകൾ സംഭാവന റാഫി സ്ക്രിപ്റ്റാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഹരിദാസ് സാറിൻ്റെ ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടു. പഴയകാല സിനിമകൾ നമ്മൾ ഓർമ്മയിൽ വരുന്നുണ്ട്. അതെ, ഇന്ദ്രപ്രസ്ഥം ഉൾപ്പെടെ, ഊട്ടിപ്പട്ടണം ഉൾപ്പെടെ നമുക്ക് ഓർമ്മ വരുന്ന കുറേ സിനിമകളുണ്ടല്ലോ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട പടം. അന്ന് ഭയങ്കര ടെക്നിക്കലി ഹൈ നിൽക്കുന്ന മോർഫിങ്ങും, അന്ന് ഇന്റർനെറ്റിനെ കുറിച്ച് നമുക്ക് അധികം അറിയില്ലായിരുന്നു. ആ സമയത്താണ് ഇന്റർനെറ്റിനെ കുറിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോർഫിംഗ് ടെക്നോളജി അതിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതും നമ്മൾ അന്വേഷിക്കുന്നതൊക്കെ. പിന്നെ പുള്ളി അതിനു മുന്നേ പ്രൊജക്റ്റുകളായിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്നു, ഇതിനു മുന്നേ. പക്ഷെ അത് ഓരോ കാരണങ്ങൾ കൊണ്ട് മാറി മാറി പോയിട്ടാണ് പിന്നെ താനാരോയിലേക്ക് എത്തുന്നത്. താനാരോ ആക്ച്വലി ഇതൊരു മറാഠി പടമാണ്. മറാഠിയിൽ ഭയങ്കര ഹിറ്റായ ഒരു ചിത്രം. അവര് റൈറ്റ്സ് വാങ്ങിയിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ചെയ്തു. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഹിറ്റടിച്ച പടമാണ്, മറാഠിയിലേക്ക് ഹിറ്റടിച്ച പടം മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടാവുന്നുണ്ടോ ഷൈന? ഇല്ല, ഇത് എവിടെയും നടക്കാവുന്ന കഥയാണ്. ആളുകളുടെ പൊതുവായിട്ട് അവരവർക്ക് രൂപപ്പെടുന്ന വിവാഹിതർക്കും രൂപപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടിന്റെ പേരിലാണ് ഇത് തുടങ്ങുന്നത്. എടുത്ത് പറയുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് അല്ലെ? ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ബുദ്ധിമുട്ടിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ചില ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത്. ഒരു ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് ആണിത്, അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ? അതല്ലേ? ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൈന്റെ കൂടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. കുറെ മലയാള സിനിമ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്, തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഷൈൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ അടുത്തേക്ക് എത്തിയപ്പോ എങ്ങനെയായിരുന്നു? പൊളിയായിരുന്നു. പക്ഷെ സീരിയസ് പറഞ്ഞാൽ ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ് കോമഡി പടം ഞാൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. സോ എല്ലാത്തിനും ഒരു ഫസ്റ്റ് ടൈം അങ്ങനെ എനിക്ക് തോന്നി. ഡെഫിനറ്റ്ലി നിങ്ങൾ പറഞ്ഞു ഹരിദാസ് സർ ഇസ് ലൈക്ക് എ വെരി വെരി സീനിയർ ഡയറക്ടർ. സോ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഐ തിങ്ക് ഐ എം വെരി ലക്കി. പിന്നെ ഫോർ മൈ ഫസ്റ്റ് കോമഡി പടം ഐ got a chance to work with Vishnu Unikrishnan, Shain Chetta. I don't even want to say Aju Chetta. ഞാൻ അജു ചേട്ടൻ്റെ കൂടെ ഓൾറെഡി പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അജു ചേട്ടൻ ഇസ് നോൺ ഫോർ ഹിസ് കോമഡി ആൻഡ് ഹിസ് കോമഡി ടൈമിങ് എല്ലാം. സോ ഐ തിങ്ക് എല്ലാവരും എല്ലാ ടീമിന്റെ ഒരു എങ്ങനെ പറയാം,
ഇല്ല, പക്ഷേ ഷീസ് മുംബൈ കേരള ലൈക്ക് മീ, ബോംബെ കേരള, രണ്ട് സ്ഥലം. പക്ഷേ ചാന്ദി ഓൾസോ ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട് നമ്മൾ എല്ലാവരും വി ബിക്കേം ഗുഡ് ഫ്രണ്ട്സ്. ആ സിങ്ക് ആയിരുന്നു, ആ കെമിസ്ട്രി നിങ്ങൾക്ക് മൂവിയിൽ കാണാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി ഫൺ. എൻ്റെ കൂടുതൽ സീൻസ് ഐ തിങ്ക് ഷൈൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. സോ ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ഡേയ്സ് ഷൂട്ടിംഗ് വിത്ത് ഹിം. You tell me now, how was your experience, Teta? മാക്സിമം വരെ വെറുപ്പിക്കാവുന്നവരെല്ലാവരും ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. Yes. എത്ര സമയമൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്? കുറച്ചൊക്കെ ഇവിടെ അത്രേ ഉള്ളൂ അല്ലേ? കറക്റ്റ് അല്ലേ? ഒരു മാറ്റവും ഇല്ല. കോട്ടയത്തായിരുന്നല്ലോ ഷൂട്ട് മൊത്തം. കോട്ടയത്തൊരു വലിയൊരു വീട്ടിലായിരുന്നു. അപ്പൊ വീട്ടിൽ വെച്ച് ഇടയ്ക്ക് ആക്ച്വലി ഇതൊരു രാത്രിന്റെ നടക്കുന്ന സംഭവമാണ് ഈ എല്ലാ സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് ഒരു വീട്ടിൽ വെച്ചാണല്ലോ. ഇടയ്ക്ക് ഷൂട്ട് കട്ട് വരുമ്പോ കുറച്ച് സമയത്ത് ഷൈനെ കാണാതെ പോകും. ഇല്ലല്ലോ, ഞാൻ കൃത്യ സമയത്ത് തന്നെ ഉണ്ടല്ലോ അവിടെ. കാരണം വീടിന്റെ അകത്താണ്, വേറെ പോകാൻ പറ്റില്ല. അവിടെ പോകാൻ പറ്റില്ലല്ലോ. ഷൂട്ടിങ്ങിന്റെ സമയത്ത് കാണാതെ പോകാറ്, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കാണാതെ പോകാറുണ്ട്. ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഒരു എക്സ്പീരിയൻസ്, നേരത്തെ പറഞ്ഞ കുറെ മലയാള സിനിമ അഭിനയിച്ച് വെച്ചിരിക്കുന്ന ഒരു നടിയാണ്. അത് തിരിച്ച് വീണ്ടും മലയാളത്തിലേക്ക് ഈ പുതിയ ഒരു സബ്ജക്റ്റുമായിട്ട് ഷൈൻ്റെ ഒപ്പം പെയറാവുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ പേര് ആളുകളോട് അഭിനയിച്ച ഒരു ആക്ടറാണ്. എനിക്കിതിനകത്ത് ആ ഒരു പാട്ട് ഇറങ്ങി ഇപ്പൊ 10 ലക്ഷത്തിന് മുകളിലായി. ഇന്നും പാട്ട് വീണ്ടും കണ്ട്. ആ പാട്ട് അല്ല, ഡാൻസിങ് ഉള്ള പാട്ട് സോനാ ലഡ്കി ഇന്ന്. അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു സിനിമയ്ക്കുള്ള സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഷൂട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണോ ആ സബ്ജക്ട് പോകുന്നത്? എന്റെ ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടറാണ്. ഷീസ് എ സിംഗർ ഡാൻസർ. സോ ആ മൂവിയിൽ നിങ്ങൾ കറക്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ there are many other circumstances. അത് ഇവരുടെ ക്യാരക്ടർ അവിടെ നിന്നാണ് വരുന്നത്. ദീപ്തിയുടെ ക്യാരക്ടർ ഒരു ഡാൻസറാണ്. അവർ മ്യൂസിക് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു MLA ആണ് ആ സ്ഥലത്ത്, നാട്ടിലെ MLA ആണ്. വൈഫ് ഒരു മുൻ മന്ത്രിയുടെ ഒക്കെ മകളാണ്. അപ്പൊ എന്റെ കുറച്ച് പൊളിറ്റിക്കൽ ഡൽഹിയിൽ പിടിയുണ്ടെന്നൊക്കെ പറയുന്നു. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയാണ്. ഭാര്യ കുറച്ചും കൂടി റിച്ചും നമ്മളെ വിലക്ക് വാങ്ങാവുന്നതുമായിട്ടുള്ള ഒരു ഫാമിലി എന്നാണ് വരുന്നത്. കാരണം മന്ത്രിയുടെ ചിന്നുയുടെ ചാന്ദിനിയുടെ ക്യാരക്ടർ, പിന്നെ വിഷ്ണുവിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, ചെയ്തിട്ടില്ല. എനിക്ക് അല്ല, ഈ പറഞ്ഞ പോലെ ഒരു MLA ആണ്. പക്ഷെ നമ്മൾ ആ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന ഇപ്പൊ പാട്ടിന്റെ ഇപ്പൊ ഇറങ്ങിയതിൽ എനിക്ക് തോന്നുന്നു അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടോ എന്തോ ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാസ്ക് ഒക്കെ വെച്ചിരുന്നിട്ട് അതിനകത്ത് രസകരമായ 2-3 മുഹൂർത്തങ്ങൾ നമ്മൾ കാണാം. ഞാൻ ഡാൻസ് കാണാൻ വേണ്ടി വരുന്നത് ദീപ്തി. ഒരു റീസൺ ഉണ്ട് അതില്. അത് പറയാൻ പാടില്ലേ? നോ. പിന്നെ കൺഫ്യൂഷൻ ക്ലാസ് കൊടുത്തു വിട്ടപ്പോ എന്തെങ്കിലുമൊക്കെ പറയും. സസ്പെൻസ് ആണ്. കുറച്ച് സസ്പെൻസ് വേണമല്ലേ? അപ്പൊ പറയാൻ പറ്റില്ല. തുടക്കത്തിലേ വരുന്ന സംഭവം. സിനിമ കാണട്ടെ എന്ന് പറഞ്ഞു. സിനിമ കണ്ടിട്ട് മനസ്സിലായി. പക്ഷെ എങ്കിലും MLA അവിടെ ഡാൻസ് കാണാൻ വന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മൾ സിനിമ കണ്ട് തീരുമാനിക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയല്ലോ. ഡയറക്ടറോട് ഇരിക്കുന്നു, ഡയറക്ടറാണ് അവിടെ ഇരിക്കണത്. അതിന്റെ അടുത്തിരിക്കുമ്പോൾ അപ്പൊ MLA ആരും കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് മാസ്ക് വെച്ച്. MLA പോലെ തോന്നുന്നില്ലല്ലോ അതില്. ഇല്ല, ഒരിക്കലും തോന്നുന്നില്ല. അപ്പൊ അയാള് കുറച്ച് ആൾമാറാട്ടത്തിലൂടെ വന്നിരിക്കുകയാണ്. തൊപ്പി വെച്ചിട്ടുണ്ട്. MLAക്ക് പറ്റിയ ഡ്രസ് അല്ലല്ലോ. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. നേരെ തിരിച്ച് ഇപ്പൊ MLA എന്ന് പറഞ്ഞു. പക്ഷേ ഇനി കൂടുതൽ പറയാനെന്നാണ് ദീപ്തി പറഞ്ഞിരിക്കുന്നത്. അല്ല, MLA ആണെന്നുള്ള കാര്യത്തിൽ സസ്പെൻസ് ഒന്നും ഇല്ല. അത് MLA ആണോ? അല്ല, അത് നമ്മൾ മസ്ത്. മന്ത്രി എത്തിയോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞതുപോലെ അത് സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. എങ്കിലും അതിലെ കുറെ മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, താങ്കളുടെ ഭാര്യ വലിയ കുടുംബത്തിൽ നിന്നുള്ളതാണ് ഈ സിനിമയിലെ കഥാപാത്രം എന്ന്. അതെങ്ങനെയാണ് ആ ഒരു റൂട്ട് യാത്ര ഉണ്ടല്ലോ, സിനിമയുടെ സബ്ജക്റ്റിലേക്ക് വേണ്ട ഒരു യാത്ര ഉണ്ടോ? വിവാഹം കഴിക്കുന്ന സമയത്ത് മുതലുള്ള പ്രശ്നങ്ങളാണോ? വിവാഹത്തിന് മുമ്പ് കുടുംബമായിട്ട് ആലോചിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ സബ്ജക്റ്റിൽ പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ പരിപാടികളല്ല. വിവാഹത്തിന് ശേഷം സംഭവിക്കുന്നതും രണ്ട് വ്യക്തികളുടെ റിലേഷനിൽ സംഭവിക്കുന്നതും ഒക്കെ ആയ സാച്ചുറേഷൻ പോയിന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ അത് പ്രേമിച്ചിട്ടാണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവരെ ആ വ്യക്തികളെ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്, ആ അട്രാക്ഷന് വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്, അതിൻ്റെ പിന്നാലെ പോകുന്നതും അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്.
അതിപ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സംഭവിക്കുന്നുണ്ട്. അറേഞ്ച് മാരേജിലും അല്ലെങ്കിൽ ലവ് മാരേജിൽ ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും സംഭവിക്കുന്നുണ്ട്. അല്ലാതെ അത് ലവ് മാരേജുകാരുടെ അല്ലെങ്കിൽ അറേഞ്ച് മാരേജുകാരുടെ പ്രശ്നം അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മാത്രം പ്രശ്നമല്ല, ഭാര്യമാരുടെ മാത്രം പ്രശ്നമൊന്നല്ല, വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് രണ്ടുപേർക്കും ആകാം. രണ്ടുപേർക്കും ആവാം. എങ്ങനെ സംഭവിച്ചാലും എങ്ങനെ ആ ജീവിതത്തിലേക്ക് ദീപ്തി കടന്നു വരുവാന്ന് എനിക്ക് തോന്നുന്നു ഈ സബ്ജക്റ്റിൽ അല്ലേ? ഏത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, MLAയുടെ ജീവിതത്തിലേക്ക് ദീപ്തി കടന്നു വരുന്നുണ്ടോ ഒരു ഡാൻസർ എന്ന നിലയിൽ? ആക്ച്വലി എല്ലാ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷണൽ കോമഡിയാണ് ആക്ച്വലി. ഇതൊരു നോ ബ്രെയിനർ ആണ്. അങ്ങനെ റീസണിങ് നമുക്ക് പ്രതീക്ഷിക്കാൻ അങ്ങനെ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് എ റീസണിങ്. ഈ 6 ക്യാരക്ടേഴ്സ് എങ്ങനെ ആ വീട്ടിന്റെ അകത്ത് ഇതെല്ലാം നമ്മളിപ്പോ എല്ലാവരും കണക്റ്റഡ് ആവുന്നത് ഒരൊറ്റ പ്രശ്നത്തിലാണ്, സെക്ഷൽ ആയിട്ടുള്ള റിലേഷനിലാണ് എല്ലാവരും കണക്റ്റഡ് ആവുന്നത്. നമ്മുടെ നാട്ടിൽ സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാത്തതുമായിട്ടുള്ള ഒരു മെയിൻ വിഷയവും ഒരു മെയിൻ തിങ്ങും ജീവിതത്തിലെ സെക്സ് പാർട്ടാണല്ലോ. നമ്മുടെ ആരുടെ ആണെങ്കിലും ജീവിതത്തിലെ സെക്സ് പാർട്ടിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇപ്പൊ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന ഒരു ആണിന്റെയും പെണ്ണിന്റെയും മെയിൻ ആയിട്ട് എന്താ നോക്കേണ്ടത്? അവർക്ക് സെക്ഷലി ഇൻട്രസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഒരു ആണിനോട് അവന് സെക്ഷലി ഇൻട്രസ്റ്റഡ് ആണോ പെണ്ണിൽ, അല്ലെങ്കിൽ പെണ്ണിനോട് സെക്ഷലി ഇൻട്രസ്റ്റഡ് ആണോ നീ കെട്ടാൻ പോകുന്ന ആണിൽ എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത്. അത്തരം ഒരു ചോദ്യം ഇല്ലല്ലോ. അത്തരം ഒരു ചോദ്യം വിവാഹത്തിലില്ല. പള്ളിയിൽ സമ്മതമാണോ ലൈക്ക് ദ പേഴ്സൺ ഓൾസോ ചേട്ടാ. ലൈക്ക് ദ പേഴ്സൺ അല്ല, ഫസ്റ്റ് ഇപ്പൊ തനിക്ക് ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ലേഡി ആണെങ്കിൽ ആണിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമല്ല ആണിനെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ടോ? ചോദ്യം ഉണ്ടാകാറില്ല. നിങ്ങൾ നിങ്ങളുടെ മകളോട് ചോദിക്കാറില്ല, ഞാൻ എന്റെ പെങ്ങളോടോ അല്ലെങ്കിൽ ആരോടും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇല്ല. അതായത് നിങ്ങൾക്ക് ആണിനോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ പെണ്ണിനോട് താല്പര്യമുണ്ടോ എന്ന്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ചെക്കന്റെ ജോലിയും പെണ്ണിന്റെ ജോലിയും സ്വത്തും ബാങ്ക് ബാലൻസ് ഒക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നടക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് താല്പര്യരാണോ എന്ന് പോലും ചോദിക്കും ഇല്ല. അല്ല, അങ്ങനെയുള്ള ബന്ധങ്ങളാണോ തകർന്നു പോകുന്നത്? അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്സിന് അധികം കാലം നിലനിൽപ്പില്ലാത്തത്. പണ്ട് നിലനിൽപ്പുണ്ടായിരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവരാരും അത് പുറത്തേക്ക് സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ അതിന്റെ പേരിൽ ഇനി വേർപിരിയോ ചെയ്യാറില്ല. കാരണം അത് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ? അപ്പൊ എല്ലാം മൂടി വെച്ച് തന്നില് മാത്രം ഒതുക്കി അവരത് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓപ്പൺ ആണല്ല, ഓപ്പൺ ആണ്. പക്ഷെ ഓപ്പൺ ആവേണ്ടോടത്തല്ല ഈ ഓപ്പൺ ആവണതെന്ന് മാത്രം. അല്ല ദീപ്തി, ഷൈൻ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കറക്റ്റ് സ്റ്റഡിയാണ് ഷൈൻ. ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഷൈൻ പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ദീപ്തിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. എന്താ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോ. I'm talking about when a family trying to ഒരു കല്യാണം നടത്താൻ പോയി ഒരു പെൺകൊച്ചിന്റെ. ആ പെൺകൊച്ചിനോട് at least ask the important question is you like a boy? Are you interested? That question is not asked. Yes, correct. To boy, are you interested in girls? That question is main important. That is not asked ever yet. അത്തരം ചോദ്യങ്ങൾ വേണമെന്നാണ് ദീപ്തിയുടെ വാദം. അല്ലെങ്കിൽ അത്രയും കാലത്തിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും പറ്റി അങ്ങനെയെങ്കിലും അറിയണ്ടേ? അല്ലെങ്കിൽ ആ പെൺകുട്ടി ആൺകുട്ടിയെ അത് ധരിപ്പിക്കണ്ടേ? ഇതിനുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല. അപ്പൊ സെക്സ് ഓപ്പൺ ആക്കണോ? സെക്സ് ഓപ്പൺ ആക്കണം എന്നല്ല പറയുന്നത്, നമ്മുടെ താല്പര്യങ്ങൾ ഓപ്പൺ ആക്കണം. whether you like the person or no. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ ഒരു 10-13 വയസ്സാകുമ്പോഴേക്കും ഒരു ആൺകുട്ടി പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നില്ലെങ്കിൽ അവനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. ഇപ്പൊ മാതാപിതാക്കൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സൈക്കോളജിസ്റ്റുമായി സംസാരിക്കുന്ന സമയത്ത് അവന് പെൺകുട്ടിയിൽ താല്പര്യമുണ്ടോ, അത് ആൺകുട്ടിയിലാണോ താല്പര്യം എന്നുള്ളത് അറിയാൻ പറ്റും. അതിനനുസരിച്ചായിരിക്കും പിന്നെ അവന്റെ ജീവിതം സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് അങ്ങനത്തെ താല്പര്യങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാനോ ഡിസ്കസ് ചെയ്യാനോ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. അത് അങ്ങനെ അല്ല എല്ലാതും. അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഷൈൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ, കേരളം പോലുള്ള നാട്ടിലൊക്കെ സെക്സ് എന്നുള്ള വേർഡെങ്കിലും ഒരാൾ സംസാരിച്ച് തുടങ്ങണ്ടേ? അത് തുടങ്ങുന്നില്ലല്ലോ.
ദ വേർഡ് ഈസ് കോൾഡ് വെരി ഡേർട്ടി വേർഡ് അല്ലേ, വളരെ മോശപ്പെട്ട ഒരു വേർഡിങ് ആയിട്ടാണ് സെക്സിനെ പോലും കാണുന്നത്. ആ വേർഡിനെ ആക്ച്വലി രണ്ട് വ്യക്തികൾ ഫക്ക് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നതാണല്ലോ നമ്മളൊക്കെ അല്ലേ. ഉണ്ടായി വന്നതിന് ശേഷം അയ്യ ഇത് എന്ത് വഴിയാന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഒരിക്കലും ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഏരിയയാണ് സെക്സ്. അത് നമ്മുടെ എഡ്യൂക്കേഷനിലേ തുടങ്ങണം. വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു യു പിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്താലാണ്. സ്കൂൾ തലത്തിൽ ഇതൊരു അധ്യായമാക്കേണ്ടത് സ്ത്രീയെയും പുരുഷനെയും പറ്റി പഠിക്കാനാണ്. അവന്റെ ഓർഗൻസ്, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനെപ്പറ്റി പഠിക്കാതെ റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും പഠിച്ചിട്ട് അവന് ജീവിതത്തിൽ ഇവിടെ ഒരു കാര്യമില്ല. അവൻ മനുഷ്യനെയും അവന്റെ ചുറ്റുപാടുകളെയും സഹജീവികളെയും ഓപ്പോസിറ്റ് മനസ്സിലായോ, ജനറിനെ അല്ലെങ്കിൽ ലിംഗ വ്യത്യാസം എന്ന് പറയുന്നില്ല. അതെന്താണ് ആ വ്യത്യാസം, തനിക്കുള്ളതിൽ നിന്ന് എന്താണ് മറ്റൊരാൾക്കുള്ള വ്യത്യാസം, അത് എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇതൊന്നും സംഭവിക്കാത്തത് കാരണമാണ് ഇവിടെ ഒരുപാട് റിലേഷൻസ് തകർന്നു പോകുന്നതും മറ്റു ലിംഗക്കാരെ ആക്രമിക്കപ്പെടുന്നതും. അല്ല, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സർക്കാർ. അതെ അതെ. എങ്കിൽ കൂടി അത് ഒന്ന് ഈസി ആയിട്ട് വരാൻ ഇപ്പൊ തന്നെ ഈ ചർച്ച നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലവർ കേൾക്കുമ്പോൾ തന്നെ ചിലവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചമ്മലുകൾ ഉണ്ടാകും. ആ ചമ്മലുകൾ മാറണം. കാരണം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് ഇപ്പോഴും ചമ്മലല്ലേ ഇതൊക്കെ പറയാൻ. അതെ 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 അല്ലേ, ഒരു ഡോക്ടറെ കാണിക്കാനോ സൈക്കോളജിസ്റ്റിനെ കാണാനോ ചമ്മലല്ലേ. ഇതൊക്കെ എങ്ങനെ വേറൊരാളോട് പറയാ, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയണം. ഇത് വേറെ ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതിനാണ് ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ ഒരുപാടുണ്ട്. അത് സ്കൂൾ തലങ്ങളേ ഉണ്ട്. അതെ അതെ. കുട്ടികൾക്ക് എന്താണ് പ്രശ്നം, അവർ ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് ചിലപ്പോൾ ടീച്ചറോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവരെന്നും കാണുന്ന ആളുകളല്ലേ. മാതാപിതാക്കളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, സഹോദരങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിനാണ് സൈക്കോളജിസ്റ്റ്. പക്ഷെ ഇപ്പൊ എന്റെ അനിയത്തി സൈക്കോളജിസ്റ്റ് ആണ്. ദുബായിലൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ഇത് സൈക്കോളജി. പക്ഷെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. മുംബൈയിലുണ്ടോ? മുംബൈയിൽ ഓൾസോ. പിന്നെ ഒരുപാട് കോളേജസിലും ഉണ്ടാവും. നെസസറി എവറി മന്ത് നമുക്ക് ഒരു തെറപ്പിസ്റ്റിന്റെ അവിടെ പോയിട്ട് യു ഹാവ് ടു ടോക്ക് ടു ദം. അല്ല, ഇവിടെ ഇപ്പൊ ചില സ്കൂളുകളിൽ ചില സ്ഥാപനങ്ങളിൽ മാസത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് വരികയും ഈ കാര്യങ്ങൾ സംസാരിക്കുകയും തുടങ്ങിയിട്ടുണ്ട്. പരിമിതികളുണ്ടല്ലോ, ഒരു മാസം വരുന്നല്ലോ. അപ്പൊ ഈ പടവുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം ഇതിൽ നിന്നെല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ക്യാരക്ടർ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാവുന്ന ഒരു കഥയാണ്. പ്രശ്നങ്ങളുണ്ട് ഈ കഥയിൽ. അതുകൊണ്ടാണ് ഇത്രയും വിവരിച്ച് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സബ്ജക്ട് തന്നെ വന്നത്. അല്ലാതെ ഇതിനെ ദീപ്തി ഉൾക്കൊണ്ടാട്ടെ ഇത്ര നേരം ദീപ്തി എന്താണ് ഇതിനെ വെറും കഴപ്പായിട്ടുള്ള കാണുമ്പോ അല്ലേ? തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല. ഇതൊക്കെ അയാൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഓരോ വ്യക്തികളിലും. എന്തായാലും ഈ സബ്ജക്ട് അത്തരമൊരു സബ്ജക്റ്റും കൂടെ ആയതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നില്ല, ഈ കഥയിൽ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സബ്ജക്റ്റിലൂടെ പോകുന്നത്. ഒരു കോമിക് വേയില് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ദീപ്തിയുടെ ഒരു വ്യൂ പോയിന്റും ഇത് തന്നെയല്ലേ? മീൻസ് ഇപ്പം ഷൈൻ പറഞ്ഞതുപോലെ നമ്മൾ സെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷൈൻ പറഞ്ഞല്ലോ. നമ്മളൊരു റിലേഷൻഷിപ്പ് കൂടുമ്പോൾ, ഒരു വിവാഹം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് ആദ്യം ചോദിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്, അത് അങ്ങനെ തുറന്നു ചോദിക്കാൻ കഴിയുമോ ഈ കാലഘട്ടത്തിൽ? ചേട്ടാ, ഇപ്പൊ 2024 പീപ്പിൾ ആർ ഓപ്പൺ. കേരളത്തിൽ എനിക്ക് അറിയില്ല. ബട്ട് ഇഫ് യു ഗോ ടു ബോംബെ ഓർ യു ഗോ ഔട്ട്സൈഡ്, അവരൊക്കെ ഓൾറെഡി കണ്ടുപിടിക്കുമല്ലോ അവരുടെ ആളുകൾ. ഒരുപാട് ഓപ്പൺ അല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി വി ഷുഡ് എഡ്യൂക്കേറ്റ് children from young age only that idoru basic aanu oruvaadu venda but oru basic understanding. So when we become big namukku manasilavum what is right, what is wrong, which is better, which is not. Chelappam schools lo namukku especially for girls, because I was in a girls school, we were never taught what is the right touch, wrong touch. Idellam if we get an idea oru 8th 9th standard le pinne namukkum better aayittu manasilavum. But that should be something know the person. Love marriage ആണെങ്കിൽ എനിക്ക് കുറച്ച് സമയം കിട്ടും to get to know the person. Arrange marriage ആണെങ്കിൽ I will tell my mom and dad that I want to spend some time with him so I get to know him as a person. അതാണ് main important. നമ്മുടെ vibe, connection, sync, intellect
അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഐ ഹാവ് ടു സ്പെൻഡ് മൈ എൻറ്റയർ ലൈഫ് വിത്ത് എ പേഴ്സൺ. അതെ അതെ അതെ. പിന്നെ So, ഒരു എന്റെ വൈബില് കുറച്ച് മാച്ച് ആവുന്ന ബോയ് വേണം. പിന്നെ എല്ലാ വ്യക്തികൾക്കും ഈ പാർട്ട്ണറിന്റെ ആവശ്യമില്ല ജീവിതത്തിൽ. ലോകത്തെ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ വ്യക്തിയുടെ ആവശ്യമുള്ള ആളുകളുണ്ട്. അതാണ് പിന്നെ മാരേജിൽ നമ്മൾ ഒരാളെ പ്രേരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊടുക്കുമ്പോഴോ ശ്രദ്ധിക്കേണ്ടത്. ഈ വ്യക്തിക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമോ? ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരാളെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർ എന്തായാലും ചെയ്യും. വാല്യൂ സിസ്റ്റംസ് ഓൾസോ ഷുഡ് മാച്ച് നോ ചേട്ടാ. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് തകർന്നു. അല്ലെങ്കിൽ എങ്ങനെയാ പോകും? കമ്പാനിയൻഷിപ്പ് ആവശ്യമുള്ള ആളുകളുണ്ട്. ഒരാൾക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരും. അവരെയാണ് കല്യാണം കഴിപ്പിക്കാൻ പാടുള്ളൂ. എല്ലാവരും കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാവരും പള്ളിയിൽ അച്ഛനാവുന്നില്ലല്ലോ. ഇൻ ക്രിസ്ത്യാനിറ്റി ദേവവിളി, സന്യാസം, അച്ഛൻ പട്ടം അല്ലെങ്കിൽ വിവാഹം എന്നാണ്. അപ്പോ അച്ഛനാവേണ്ടവര് അച്ഛനാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അച്ഛനെ പഠിപ്പിക്കാൻ അങ്ങോട്ട് സെമിനാരിയിൽ വിട്ടാലും അവര് പറയും ഈ വ്യക്തിക്ക് ഇപ്പൊ എല്ലാ ഗുണങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട്, പക്ഷെ അച്ഛനാവാൻ പുള്ളിയുടെ ലൈഫുമായി വെച്ച് നോക്കും പറ്റില്ല. അപ്പൊ അവർക്ക് പട്ടം കൊടുക്കില്ല. അതേപോലെ തന്നെയാണ് ഈ വിവാഹവും. വിവാഹത്തിന് മുന്നേ ഉണ്ടാകുന്ന പ്രീ മാരേജ് കോഴ്സിലും അവന്റെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവന് വിവാഹം കഴിക്കാൻ പറ്റും, വിവാഹം കഴിച്ച് ജീവിക്കാൻ. വിവാഹം എല്ലാവർക്കും പറ്റും, ആ ചടങ്ങല്ലല്ലോ. ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കണ പരിപാടി, ഭക്ഷണം കഴിക്കണം, എല്ലാവരും പോയി കഴിഞ്ഞാലല്ലേ വിവരം അറിയണ ഇതെന്താ പരിപാടി എന്ന് അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് നടത്തി കുറെ പേരുടെ ആഗ്രഹങ്ങൾ കഴിയും കല്യാണം കഴിക്കാനുള്ളത്. പിന്നെ അവരാണല്ലോ. അപ്പോ അതിന് പറ്റിയ ആളാണോ ആളല്ലെങ്കിൽ അവര് വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ 2 ദിവസം അവർ പിരിയും, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും. മനസ്സിലായ? അതാണ്. അപ്പോ എല്ലാവരും കയറ്റി വിവാഹം കഴിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. കഴിക്കേണ്ടവര് കഴിക്കട്ടെ. ഇതിപ്പോ അച്ഛനായില്ലെങ്കിൽ എന്താ വിവാഹം കഴിക്കും, എന്ന് വിവാഹം കഴിച്ചില്ലെങ്കിൽ എങ്ങനെ അച്ഛനാവും? ഏതെങ്കിലും ഒന്ന് എന്നുള്ള ഫീലിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകൾ നമ്മൾ തറവാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കുക. തീർച്ചയായിട്ടും അതെ. ബേസിക്കലി നമ്മൾ എല്ലാവർക്കും ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടാവും. അതാണ് ഇമ്പോർട്ടന്റ്. അവരുടെ പക്ഷെ ആ ഇമ്പോർട്ടന്റ് നമുക്ക് പേരൻസ് തരുന്നില്ലല്ലോ. പേരൻസ് തരാത്തത് കൊണ്ടല്ല, നമ്മൾക്കത് പറയാനുള്ള ഇതും ഉണ്ടാവുന്നില്ല. ആ വ്യക്തി അറ്റ്ലീസ്റ്റ് അവനെങ്കിലും പറയണ്ടേ എനിക്കത് പറ്റില്ല, എനിക്ക് വിവാഹം കഴിച്ചു. എനിക്കിപ്പോ എന്റെ 3-4 റിലേഷനിൽ നിന്ന് മനസ്സിലായി എനിക്ക് മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് പോകാൻ പറ്റില്ല. എന്റെ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഉറപ്പാണെങ്കിൽ കൂടി ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ ചെന്ന് ചാടുക. എന്തുകൊണ്ട് പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ഇതല്ലേ ജീവിതം, തുടർച്ചയല്ലേ. നമ്മൾ രാത്രിയും പകലും, പിറ്റേ ദിവസം തന്നെ ആണ് രാത്രിയും പകലും, പിന്നെന്താ രാത്രിയും പകലും, പിന്നെന്താ രാത്രിയും പകലും. 2024 എന്ന് പറഞ്ഞു ആഫ്റ്റർ ജീസസ് ഡെത്ത്. എത്ര ദിവസങ്ങളുണ്ടായിരുന്നു ഇവിടെ? ഈ രാത്രിയും പകലും തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ആക്ച്വലി രാത്രിയും പകലും ഉണ്ടാ ഇല്ലല്ലോ. നമുക്ക് തോന്നുന്നതാണല്ലോ രാത്രിയും പകലും. ഈ സാധനം തിരിയുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ലൈറ്റ് ഷാഡോസ് അല്ലത്. അപ്പൊ ആക്ച്വലി രാത്രിയിലെ പകലും ഇല്ല ഇവിടെ. ഇത് ഒരു ദിവസം ഒന്നും നടക്കാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി 24 hours എന്ന് പറയുന്ന സാധനത്തിൽ ലോകമാണ്. അപ്പൊ ഇത് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ക്യാരക്ടറും. നമ്മൾ എന്ത് ചെയ്യരുതെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകണം. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു വരും, എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ പോകണം, എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ പോകണം. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് സർക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഒരു പ്രണയബന്ധത്തിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? പക്ഷെ ആവാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് പ്രണയബന്ധത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്കായിരിക്കാം. മനസ്സിലായ? നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത് ഉള്ളിൽ അങ്ങനെ പാവരുതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആവും. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാം ആണുങ്ങൾ ഭയങ്കര ബലഹീനരാണ് അല്ലേ. അവിടെയും വരുന്നത് എന്തുകൊണ്ടാണ്? സെക്ഷൽ ലൈഫ്. ഈ സെക്ഷൽ ലൈഫ് വിവാഹം കഴിയാത്തവർ പാടുമോ പാടില്ലേ? പാടും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് പക്ഷെ പാടില്ല എന്നുള്ളൊരു ചിന്താഗതികളുണ്ട് നമ്മുടെ നാട്ടില്, സമൂഹത്തില്. വിവാഹത്തിന് അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ പാടില്ല, വിവാഹത്തിനാണെങ്കിൽ സെക്സ് ചെയ്യാം. ഞാൻ വിവാഹം കഴിച്ചാൽ സെക്ഷലി ബന്ധപ്പെടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ മുംബൈക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയൊന്നുമില്ല, കാരണം വിവാഹം വളരെ അടുത്ത കാലത്ത് വന്ന സമ്പ്രദായമല്ലേ അല്ലേ. അതിന് മുന്നേ എന്താണ് കറക്റ്റ് പറഞ്ഞത്?
വിവാഹം എന്ന സിസ്റ്റം എത്ര വർഷമായിട്ടോ? ഒരു 2000 വർഷം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 2000 years ബിഫോറാ ഉണ്ടായിട്ടുള്ള അല്ല വിചാരിക്കുക. അതിന് മുന്നേ നമ്മളൊക്കെ ജനങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെ? We were just like that only. അപ്പൊ സെക്സ് ആണല്ലോ ആദ്യം ഉണ്ടായിട്ടുള്ളത്. Yeah, procreation, reproduction അല്ല ആദ്യം ഉണ്ടായിട്ടുള്ളത്. For that only we came. നമ്മൾ വന്നതിന് അതുമൂലമാണ്, അല്ലാതെ വിവാഹത്തിലൂടെ അല്ലല്ലോ. Yes, that's right. അപ്പൊ വിവാഹം വളരെ അടുത്ത കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇച്ചിരി ഭൂമി ഉണ്ടായ സമയം വെച്ച് നോക്കുമ്പോൾ വളരെ ലാസ്റ്റ് ആയിട്ട് സംഭവിച്ച ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് ഇതിന് നിലനിൽപ്പില്ലാത്തത്. നാച്ചുറൽ അല്ല ഈ സംഭവം. 2 വ്യക്തികളെ പിടിച്ചു കൊണ്ടുവന്ന് 2 വീട്ടിൽ ജനിക്കുന്ന, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് അവളെ ഒരു ബന്ധമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടാക്കുന്നു. ഒരു ആൺകുട്ടീനെയാണ് ആക്കണമെങ്കിൽ അവൻ ചോറും കിട്ടും, അപ്പൊ തന്നെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇല്ലേ? ഹൗ ദിസ് ഗേൾസ് ചെയ്ത് അതന്നെ വലിയൊരു പ്രശ്നമാണ്. പിന്നെ അവിടെ ഉണ്ടാവുന്ന എന്ത് തൊട്ടലിനും ചീറ്റലിനും പ്രശ്നമായി കൂടിക്കൊണ്ടേയിരിക്കും. ഇല്ലേ? പണ്ട് ഇത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കടിച്ചു പിടിച്ച് നിൽക്കായിരുന്നു. ഇന്ന് കടിച്ചു പിടിച്ച് നിൽക്കുവോ ഏതെങ്കിലും പെൺകുട്ടി? നിൽക്കില്ല. ഇക്വാലിറ്റി വന്നില്ലേ? തീർച്ചയായും. അപ്പൊ അവൾക്കും അതിൻ്റെതാ ഉണ്ടാവണം, അങ്ങനെ ഉണ്ടാവണം. പെൺകുട്ടി എന്തിനാണ് അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം? ഞാൻ എൻ്റെ പെങ്ങളോട് എന്തിനാ അപ്പുറത്തേക്ക് പോകണം? ഇപ്പൊ അധികവും ഇപ്പൊ ഒരു വേറെ വീട് വെച്ച് മാറുകയാണെങ്കിൽ കൂടി അത് വളരെ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള തിങ്ങാണ്. വേറെ ആളുടെ വീട്ടിൽ നിങ്ങൾക്ക് പറ്റും വേറെ ആളുടെ വീട്ടിൽ പോയി താമസിക്കാൻ. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കണം. അതാണ്. അപ്പോൾ ഈ വിവാഹം പണ്ട് ഇല്ലായിരുന്നു, സെക്സ് ആയിരുന്നു ആദ്യം. ആ വിവാഹം ഉള്ളത് കൊണ്ടാണ് ഷൈൻ എന്ന ഒരു വ്യക്തി, ഷൈൻ ചാക്കോയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഏത് വിവാഹം? അച്ഛനും അമ്മയും വിവാഹം ചെയ്തുകൊണ്ടാണല്ലോ. ഇല്ല, സെക്സ് ചെയ്തോണ്ടാ. വിവാഹം ചെയ്തിട്ട് സെക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവും. ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല. സോറി, എനിക്ക് തെറ്റിപ്പോയി. വേറെ ചോദ്യം. എനിക്ക് തെറ്റിപ്പോയി. Correct. അതല്ല കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്തിട്ട് അവരവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൊച്ചുണ്ടാവും. ഉണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? ഷൈൻ്റെ വ്യൂ കറക്റ്റ് ആണ്. ഇതൊക്കെ സമൂഹത്തിൽ വേണ്ടതാണ്, നടക്കേണ്ടതാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക് തോട്ട് പ്രോസസ് ഈസ് കറക്റ്റ് ഓൺലി. യെസ്, കറക്റ്റ് ആണ്. ഷൈൻ്റെ സിനിമയൊക്കെ കാണാറുണ്ടോ? ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഏത് പടമുണ്ട്? റീസെന്റ് ആയിട്ട് ഐ വാച്ച്ഡ് അടി. ആ സമയത്ത് വി വർ ഷൂട്ടിംഗ് ഓൾസോ. ആൻഡ് പണ്ട് ഷൈൻ ചേട്ടാ ഡിഡ് ഒരു മൂവി വിത്ത് അനുശ്രീ. അതൊരു ഹോളിവുഡ്. അതൊരു ഹോളിവുഡ്. യെസ്. And you did so well, Shangida. I don't think anybody can pull off. He did it so well. ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? Fun. He's good at fun movies. ഇപ്പൊ പറഞ്ഞ ഇതിലൊരു കോമഡി ക്യാരക്ടറാണ് അല്ലേ? നമ്മൾ കോമഡി ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കൃത്യമായി ആളുകളെ ചിരിപ്പിക്കണമെങ്കിൽ കോമഡി ഏറ്റവും ഡിഫിക്കൽട്ട് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സബ്ജക്ട്? ഒരു കോമഡി സബ്ജക്ട്, ഇങ്ങനെ കോമഡി ക്യാരക്ടർ ആണെന്ന് കൂടെ പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? See, honestly, എന്റെ ക്യാരക്ടർ അങ്ങനെ കോമിക് ക്യാരക്ടർ ഇല്ല ഈ മൂവിയിൽ. പക്ഷെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ കോമഡി ടൈമിങ്, കോമിക് സിറ്റുവേഷൻസ് അങ്ങനെ വരും. പക്ഷേ ഐ ഫീൽ കോമഡി വളരെ ഡിഫിക്കൽട്ട് ജോണർ ആണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി ടു മേക്ക് പീപ്പിൾ ലാഫ്. ആൾക്കാർ അങ്ങനെ ഈസി ആയിട്ട് ചിരിക്കാറില്ല, ലാഫ് ചെയ്യാറില്ല. സോ എനിക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫീൽ ഐ എം ഫണി ഇൻ റിയൽ ലൈഫ്. ഐ ഡോണ്ട് നോ. Very funny. Living in Mumbai, I am nothing using. Very funny, no? When I ask you smoke, no smoke. You drink, no drink. You do any other thing, nothing. Party, nothing. I don't said, like why it. you lived in Mumbai? ജീവിക്കുന്ന ബോംബെയിലും. ഞാനെന്റെ അച്ഛനമ്മ ഇതില് ജീവിക്കുന്നത്. I'm staying with my parents അവിടെ ചേട്ടാ. Parents ആണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലേ മുംബൈയിൽ? Yeah, but I don't like to drink and smoke. You go in parties and all? I do. I really do. Where? So many places. Oh, private parties, huh? No. സീക്രട്ട് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുവാണോ? ചേട്ടാ ഒരു പ്രൈവറ്റ് ഇല്ല. But we go അങ്ങനെ പാർട്ടീസ് ഉണ്ടല്ലോ. We go with ഞാൻ ഇങ്ങനെ പൊതുവെ എല്ലാവരും പാർട്ടി ചെയ്യണം താല്പര്യമുള്ള ആൾക്കാരും അവരവരെ ജീവിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, അവരങ്ങനെ വിടണം. എങ്കിൽ ഞാൻ വെറുതെ ഫണ്ണായിട്ട് പറയുന്നതാണ്. ഫണ്ണായിട്ട് പറഞ്ഞതാണ് എന്ന് മനസ്സിലായി. ഒരു പാർട്ടി കൊടുത്തോ? ഞാൻ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഇഷ്ടമില്ല. ഷൈൻ ഒരു പാർട്ടിക്ക് വിളിച്ചാൽ If you throw party, we'll be there.
അങ്ങനെ പോണെങ്കിൽ ഞാനിപ്പോ അതിന്റെ കൂടെ വരും. അല്ല നിങ്ങൾ തൃശ്ശൂർക്ക് പോയാൽ മതി. തൃശ്ശൂർ പരിപാടി മാറ്റി വെച്ചോട്ടാണല്ലോ. ആണോ? ഉരുളുപൊട്ടിയുണ്ട്, അപകടം ഉണ്ടായി മരണ. വയനാട് 60 പേര് മരിച്ചത് വയനാട്. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമും മാറ്റി വെച്ചിരിക്കണം. വയനാട് തൃശ്ശൂരിൽ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അല്ല, അതുകൊണ്ട് എല്ലാ സിനിമ വരെ നിർത്തിയല്ലോ. ഇന്ന് സിനിമ ഒന്നുമില്ല, എല്ലാം നിർത്തി. അത്രയും ആളുകൾ മരിച്ചു. Even schools are closed, schools ആണ് ഏറ്റവും അധികം ക്ലോസ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പം ഒരു ഞാനിപ്പോ നിങ്ങൾക്ക് രണ്ടുപേരും ഇന്നലേക്ക് ഉണ്ടായിരുന്നു അവിടെ. ഇന്നുണ്ടോ? ഇന്നുണ്ടാവും പേടിച്ചിട്ടാ. ഉണ്ടാവും ഒന്നും കൂടെ ചോദിച്ചേ. പാർട്ടി പറയുകയും ചെയ്തല്ലോ, ഇന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്യാന്ന് പറയുകയും ചെയ്തല്ലോ. അപ്പൊ പേടിച്ചില്ല. ഇന്ന് എന്തായാലും ഷൈൻ്റെ ഒരു പാർട്ടി ഉണ്ടാവും. ഏത് പാർട്ടി? അതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഈ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഹരിദാസ് സാറിനെ കുറിച്ച്, സിനിമകളെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഹരിദാസ് സാറിന്റെ അത് തന്നെയായിരുന്നു. എനിക്ക് പിന്നെ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ്, അതാണ് ഏറ്റവും ആദ്യം. അത് ഇത് ഹരിദാസ് സാറാണെന്ന് നമുക്ക് അന്ന് അറിയില്ലല്ലോ, പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടമാണ് ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി. അതിലും വിവാഹത്തിനെ കുറിച്ചും, വിവാഹത്തില് ഇപ്പൊ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നത്. ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ല, ബട്ട് ഐ നോ കോൺസെപ്റ്റ് ഓഫ് ദാറ്റ്. അപ്പൊ ആ ചെക്കൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടില്ലേ? അപ്പൊ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും? അപ്പൊ ഹരിദാസ് സാർ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അന്ന് അതങ്ങനെ പറയാൻ ധൈര്യം തന്നെ വേണ്ട. പക്ഷെ അങ്ങനത്തെ തെറ്റ് നിക്കലാണ് അതിപ്പോഴും സംഭവിക്കുന്നുണ്ട് തോന്നുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആദ്യമേ, അതായത് പെൺകുട്ടി കുറച്ച് റിച്ച് ആയിരിക്കും, ആ കുട്ടിയുടെ ഫാമിലി അപ്പൊ പറയും ചെക്കനെ ഇങ്ങോട്ട് കാണാൻ, പിന്നെ ഇങ്ങോട്ട് വന്നേ ചെക്കനെ ചോദിച്ചിട്ട് എന്ന് പറയും അല്ലേ? ചെക്കൻ പിന്നെ പെണ്ണിന്റെ വീട്ടിലേക്കുള്ളതാ. അപ്പൊ ആ ചെക്കൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാറും കൂടി ഇല്ല. ഒരിക്കലും ഇല്ല. ഈ ഹരിദാസ് സാർ ഇപ്പൊ പുതിയ നിങ്ങളൊക്കെ വെച്ച പുതിയ ആളുകളെ വെച്ച് സിനിമ എടുക്കും. അവിടെ വന്നു ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഹരിദാസ് സാർ എങ്ങനെയായിരുന്നു? ഹരിദാസ് സാർ ഇത് പണ്ടത്തെ ടെക്നീഷ്യൻസ് ആണ്. ഇവർക്ക് അക്കാഡമിക് ആയിട്ട് എല്ലാ രീതികളിലും ഷോർട്ടും കാര്യങ്ങളും ലെഫ്റ്റും റൈറ്റും ഒക്കെ അവർക്ക് അറിയാലോ വെള്ളം പോലെ. അതുകൊണ്ട് ഇപ്പൊ ഒരു ഷോട്ട് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിന് ഓപ്ഷൻസ് ഒരുപാടുണ്ട്, സ്റ്റക്ക് ആവില്ല, മനസ്സിലായി? അപ്പൊ തന്നെ അവര് ആംഗിൾ മാറ്റുകയോ അല്ലെങ്കിൽ സിനിമയിലെ മെയിൻ സംഭവമാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് റൈറ്റ് ചീറ്റിംഗ്. അതൊക്കെ ഈസി ആയിട്ട് നടക്കും. കാരണം ഈ എല്ലാ സിനിമ ഒരു വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ദ ഫ്രെയിംസ് ലുക്ക് ഇൻട്രസ്റ്റിംഗ്. സോ ഐ തിങ്ക് ഹരി സർ ഡിഡ് എ വെരി ഗുഡ് ജോബ് ഇൻ ദാറ്റ്. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് കൂട്ടേണ്ടി വരും. കാരണം നമ്മൾ ജനിച്ചു വളരുന്ന സമയത്ത് കണ്ടിരുന്ന പടങ്ങളുടെ ഡയറക്ടർമാരാണ്. അതെ, അവരൊക്കെ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് അതൊക്കെ. ഹരിദാസ് സാറിന്റെ മകനും ഉണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ. പിന്നെ ഹരിദാസ് സാറിന് ഹെൽത്ത് ഇഷ്യൂസും കുറച്ചുണ്ടായിരുന്നെങ്കിൽ കൂടി അതും കണക്കിലാകാതെ പുള്ളി ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് അവിടുന്ന് ഡബിങ്ങിന് വേണ്ടിട്ട് കോഴിക്കോട് നിന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഡബിങ്ങിന് ഇരുന്ന് നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ചെറിയ തലവേദന വരുമ്പോഴേക്കും ലീവ് എടുക്കുന്ന ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ. പക്ഷെ അന്ന് അവര് വർക്ക് ചെയ്ത് വന്ന സാഹചര്യത്തില് അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്ന് വർക്ക് ചെയ്ത് അസോസിയേറ്റ് ആയി, എന്നിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഒരു ഡയറക്ടർ ആവുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ദീപ്തിയാണ് ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ദീപ്തിയെ കുറിച്ച് നേരത്തെ സ്റ്റഡി ആയിരുന്നു? ഞാൻ അങ്ങനെ സ്റ്റഡി ചെയ്യാറില്ല. പൊതുവെ പെൺകുട്ടികൾ നമ്മൾ വായി നോക്കാറുള്ളത് പോലെ ഒട്ടത്തിലൂടെയുള്ള സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ദീപ്തിയും ചാന്ദിനിയും ഒക്കെ മുംബൈയിൽ വളർന്നത് കൊണ്ടും ഇവര് നമ്മളോട് പെരുമാറുന്നതും നമ്മുടെ അടുത്തിരിക്കുന്നതും നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതും നമ്മൾ ആൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നത് പോലെ തന്നെയാണ്. അവിടെ മിനിയൻ പാട്ട് അധികം ഇല്ല അല്ലേ? ഇപ്പൊ we are talking like this and you touching like this and that is no problem, no, it's chill, but Kerala girls will not act like this, no. അങ്ങനെ പ്രശ്നങ്ങളൊന്നും എല്ലാവരും ഉൾക്കൊള്ളില്ല, പെട്ടെന്ന് ഈസി അല്ല. അതെ, ഷൈൻ എല്ലാം ഈസിയാണ്. ഷൈൻ ആരാണ് മോൻ, താൻ ആരാ മോൻ,
അല്ലേ? അപ്പൊ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇനി മലയാള സിനിമകൾ വേറെ പ്രൊജക്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു തമിഴ് ചെയ്യാറുണ്ട് ഇതിന്റെ ശേഷം. മലയാളത്തിൽ ഐ തിങ്ക് മോസ്റ്റ്ലി ഞാനൊരു വെബ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ. അതിന്റെ ടോക്സിലുണ്ട് ഞാനിപ്പോ. സോ വൺസ് ഐ ഗെറ്റ് കൺഫേംഡ് ഐ വിൽ ടെൽ യു. ദാലുവിന്റെ ഫാഷൻ ഷോ പോയിരുന്നു അടുത്ത്. യെസ് ഐ വാസ് പാർട്ട് ഓഫ് ദ ജഡ്ജിംഗ് പാനൽ. ജഡ്ജിംഗ് പാനലായിരുന്നു. How you judge the fashion? Because I've done fashion no jada. Oh, you came from modeling. Yeah. Okay. അതുകൊണ്ടാ. അപ്പൊ എല്ലാം ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. Yes. ദീപ്തി വീണ്ടും മലയാളത്തിൽ ആക്റ്റീവായി നിൽക്കട്ടെ. 100%. മലയാളം നാടൻ റോൾ ചെയ്യാണ് ഞാൻ നെക്സ്റ്റിൽ. നാടൻ. അതെന്റെ ആഗ്രഹമുണ്ട് ചേട്ടാ. If you see any I want to do നാടൻ റോൾ. പട്ടുപാവാട കിട്ടിട്ടുള്ളതാണ്. അങ്ങനെയില്ല, ബട്ട് യു നോ വാട്ട് ഐ മീൻ. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള, ഡിഫറെന്റ് ദാൻ വാട്ട് ഐ എം പ്ലേയിങ് ഇവിടെ. If you see any role you must suggest my name. പട്ടുപാവാടയൊന്നും വേണമെന്നില്ല. പട്ടുപാവാടയിലേക്കൊന്നും പോകുന്നില്ല. സാരി വേറെ സാരി ഇല്ല, സാരി അല്ലേ? അങ്ങനെ റോൾസ് വേണം. I have done. എളുപ്പമായല്ലോ. ക്യാരക്ടർ ചെയ്യണം. I want to be a good character. ഫോട്ടോഷൂട്ടിലെ ക്യാരക്ടർ ചെയ്യണം. അതിനകത്ത് സാബിത്ത് വേണമെങ്കിൽ നല്ല ടീമായിട്ട് നമുക്ക്. സാബിത്ത് ആയിക്കോട്ടെ, കുഴപ്പമുണ്ടോ? No problem. സാബിത്ത് Very busy nowadays. Very busy. ഇല്ല, സാബിത്തിന് ദുബായ്, ഖത്തർ, അമേരിക്ക, who knows എവിടെ. ഖത്തറിൽ വാക്യങ്ങൾ നമ്മൾ പറയേണ്ടി വരുമോ? ഞാൻ വാക്യങ്ങൾ പറയേണ്ടി വരുമോ? അപ്പൊ എന്തായാലും സാബിത്ത് ഇല്ല, ഒരിക്കലും ഇല്ല. സാബിത്തിനെ കുറിച്ച് ഒരിക്കലും വെട്ടിക്കളില്ല. അപ്പൊ സാബിത്ത് ഉണ്ടാവും. പാർട്ടിക്കില്ല, ഇന്നത്തെ പാർട്ടിക്ക് സാബിത്തില്ല. പാർട്ടിക്ക് സാബിത്ത് വേണ്ടല്ലോ. വേണ്ട we'll invite. No, we can invite. Invite list നമുക്ക് ഷൈനല്ലേ വിളിക്കുന്നല്ലേ, ദീപ്തിയല്ലേ വിളിക്കുന്നത്. ഞാൻ ഇൻവൈറ്റ് ചെയ്തു. നോ പ്രോബ്ലം ചേട്ടാ. You just bring your friends, not boys. Yes, no boys. Not boys. അപ്പൊ ഷൈന ഇല്ല കേട്ടോ. ഞാൻ എവിടെയാന്ന് പറഞ്ഞാ മതി കേട്ടോ. ഒരിക്കലും പറയാം. എവിടേക്ക് പോയില്ലോ. അപ്പം ഒത്തിരി സന്തോഷം. സൂപ്പർ സിനിമയായി മാറട്ടെ. ഈ പറഞ്ഞ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു ഭയങ്കര വ്യത്യാസം. ഷൈനെ ഇത്ര എളിമയോട് കൂടിയൊന്നും പാടില്ല കേട്ടോ. ഭയങ്കര എളിമയുണ്ട്. നമ്മൾ കുറെ ആയി ഇരുന്നിട്ട് അതിന്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അതെ അതിനുശേഷം ഇന്നാണ് നമ്മൾ അതിനുശേഷം ഇന്നലെയാണ് ഡബിങ്ങിന് നമ്മളെ കാണുന്നത് തന്നെ. എത്ര നാളെ നമ്മൾ കണ്ടിട്ട് തന്നെ. അഭിനയത്തിലായതുകൊണ്ട് പുള്ളി കുറച്ച് തിരക്കില്ല. സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് ഡബ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡബിങ് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കണ്ട് ഇന്ന് ഇതെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം സൂപ്പർ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ രണ്ടും ഇനിയും കൂടുതൽ സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. 9 തീയതി ആണ് റിലീസ്. 9 തീയതി വേറെ സിനിമകളുണ്ടാകും. അതിൻ്റെ ഒപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു വിജയ കാലഘട്ടത്തിലൂടെ പോകുന്നു. അതിൽ ആ പട്ടികയിൽ താനാരും ഉണ്ടാകട്ടെ എന്ന് കൃത്യമായി മറ്റുള്ളവരോടും കാണാൻ പറയുക. ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവരോട് പറഞ്ഞ് തിയേറ്ററിലേക്ക് ആളെത്തിക്കുക. ഒത്തിരി സന്തോഷം. താങ്ക് യു.